Good morning, my dear students and friends. Today, you are going to learn recording of translations in the book of Journal. നമ്മൾ ഇതുവരെ കണ്ടിരുന്നത് അക്കൗണ്ടിംഗ് ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ജേർണൽ എന്ന് പറയുന്ന ബുക്കിൽ അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഒരു ഇടപാട് ആദ്യമായിട്ട് ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബുക്കിന്റെ പേരാണ് ജേർണൽ അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഏതൊരു ഇടപാടും ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ ജേർണൽ അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ രേഖപ്പെടുത്തുമ്പോൾ there must be a written document in proof of that transaction. അതിനാണ് നമ്മൾ പറയുന്നത് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. The process of recording transactions in the journal is called journalizing. ജേർണലിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് പറയുന്നത് journalizing. And the form in which a transaction is recorded in the journal is called journal entry. ഒരു ഇടപാട് ബുക്കിൽ രേഖപ്പെടുത്തുന്നത് ഏത് രീതിയിലാണോ അതിനെയാണ് പറയുന്നത് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. Recording of transactions. The book in which the transaction is recorded for the first time is called journal or book of original entry. The source document is required to record a transaction in the journal. The process of recording transactions in the journal is called journalizing. അടുത്തത്, the journal is subdivided into a number of books of original entry as follows: journal proper, cash book, other day books. other day bookൽ പ്രധാനമായിട്ട് വരുന്നത് പർച്ചേസസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസസ് ജേർണൽ, സെയിൽസ് ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ജേർണൽ, പർച്ചേസ് റിട്ടേൺസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺസ് ജേർണൽ, സെയിൽസ് റിട്ടേൺസ് ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺസ് ജേർണൽ, ബിൽസ് റിസീവബിൾ ബുക്ക് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ ജേർണൽ, ബിൽസ് പേയബിൾ ബുക്ക് അല്ലെങ്കിൽ ബിൽസ് പേയബിൾ ജേർണൽ. ഇത്രയാണ് ഒരു ട്രാൻസാക്ഷൻസ് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബുക്കുകൾ. ഇതിനാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ജേർണൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു കൺസെപ്റ്റ് ആണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റം. എന്തായിരുന്നു ഡ്യുവൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റം? യെസ്, ഇപ്പോൾ ഡ്യുവൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ ഇടപാടുകളും നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ രണ്ട് ആസ്പെക്റ്റുകൾ നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഏതൊരു ഇടപാട് എടുത്തു കഴിഞ്ഞാൽ ആ ഇടപാടിന് രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിസീവിങ് ആസ്പെക്ട് ആയിരിക്കും, മറ്റൊന്നെന്ന് പറയുന്നത് ഗിവിങ് ആസ്പെക്ട് ആയിരിക്കും. കാരണം ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു എക്സ്ചേഞ്ച് ആണ്. അപ്പൊ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്തോന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്, എന്തോന്ന് അങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരുന്നത് അല്ലെങ്കിൽ റിസീവിങ് ആസ്പെക്ട്, ആ റിസീവിങ് ആസ്പെക്റ്റിനെയാണ് നമ്മൾ പറയുന്നത് ഡെബിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ ഗിവിംഗ് ആസ്പെക്റ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേം ആണ് ക്രെഡിറ്റ്. നമ്മൾ രണ്ട് ടേമുകൾ ഉപയോഗിക്കുന്നു, പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയുന്നത് പോലെ അക്കൗണ്ടിങ്ങിൽ രണ്ട് ടേമുകൾ ഉപയോഗിക്കുന്നത്, ഒന്ന് ഡെബിറ്റ്, മറ്റേത് ക്രെഡിറ്റ്. ഇപ്പൊ ഡെബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടപാട് നടന്നു കഴിഞ്ഞാൽ ആ ഇടപാടിൽ എന്താണോ ബിസിനസ്സിലേക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ലഭിക്കാനിരിക്കുന്നത് റിസീവിംഗ് ആസ്പെക്ട് ആയിട്ട് എന്താണോ ഉള്ളത് ആ റിസീവിംഗ് ആസ്പെക്റ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേം ആണ് ഡെബിറ്റ്. അതുപോലെ അതേ ട്രാൻസാക്ഷനിൽ തന്നെ ഗിവിംഗ് ആസ്പെക്റ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേം ആണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏതൊരു ഇടപാട് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് റിസീവിംഗ് ആസ്പെക്റ്റും ഗിവിംഗ് ആസ്പെക്റ്റും എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് രണ്ടും നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തണം. ഈക്വൽ എമൗണ്ട് ഓഫ് ഡെബിറ്റും ഈക്വൽ എമൗണ്ട് ഓഫ് ക്രെഡിറ്റും ഏതൊരു ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്തിരിക്കണം. അതിനാണ് നമ്മൾ പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദിസ് കൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് every transaction has a dual or twofold effect. One will be the receiving aspect
and the other will be a giving aspect. The receiving aspect of a transaction is called debit and the giving aspect is called credit. These two aspects must be recorded for a single transaction. Equal amount of debit and credit is recorded for a single transaction. That is why the accounting is called double entry system of accounting. ഇനി നമുക്ക് ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റിസീവിംഗ് ആസ്പെക്ട് ദാറ്റ് ഈസ് ഡെബിറ്റ് എന്താണോ ഗിവിംഗ് ആസ്പെക്ട് ദാറ്റ് ഈസ് ക്രെഡിറ്റ് എന്താണോ എന്ന് ഐഡന്റിഫൈ. അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റെക്കോർഡിംഗ് വളരെ എളുപ്പമാണ്. ഇപ്പൊ റെക്കോർഡിംഗിൽ നമുക്ക് ആകെ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ഇടപാട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റിസീവിംഗ് ആസ്പെക്ട് ആയിട്ട് ഡെബിറ്റ് ആയിട്ട് എന്താണുള്ളത്, ഗിവിംഗ് ആസ്പെക്ട് ക്രെഡിറ്റ് ആയിട്ട് എന്താണുള്ളത് എന്ന് ഐഡന്റിഫൈയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഫ്രം ദി ഫോളോയിങ്. ഫസ്റ്റ്, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹5,000. 5,000 രൂപ കൊടുത്ത് ഫർണിച്ചർ വാങ്ങിച്ചു. ഇപ്പൊ ഫർണിച്ചർ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കാം? ലഭിക്കുന്നത്, യെസ്, നമുക്ക് ലഭിക്കുന്നത് ഫർണിച്ചർ ആയിരിക്കും. അപ്പൊ കിട്ടുന്നത് ഫർണിച്ചർ ആയതുകൊണ്ട് തന്നെ കിട്ടുന്നതിന് നമ്മൾ പറയുന്ന ടേം ആണ് ഡെബിറ്റ്. ഇപ്പൊ ഡെബിറ്റ് എന്ന് പറയുന്നത് ഫർണിച്ചർ ആണെന്ന് പറയും. അതുപോലെ ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? കൊടുക്കുന്നത് ക്യാഷ് ആണ്. അതുകൊണ്ട് തന്നെ ഗിവിംഗ് ആസ്പെക്ട് ക്യാഷ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ക്രെഡിറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആണെന്ന് പറയാം. ഇപ്പൊ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹5,000 എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ഫർണിച്ചറും ക്രെഡിറ്റ് ക്യാഷും ആണ്. സെക്കൻഡ്, മെഷീനറി സോൾഡ് ഫോർ ₹4,000. മെഷീനറി 4,000 രൂപക്ക് വിറ്റു. അപ്പൊ മെഷീനറി 4,000 രൂപക്ക് വിറ്റു എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്, നമ്മൾ കൊടുക്കുന്നത് എന്താണ്? അത് നമ്മൾ ആദ്യം നോക്കും. നമുക്ക് കിട്ടുന്നത്, നമ്മുടെ റിസീവിംഗ് ആസ്പെക്ട് എന്ന് പറയുന്നത് മെഷീനറി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? യെസ്, മെഷീനറി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ക്യാഷ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ റിസീവിംഗ് ആസ്പെക്ട് ദാറ്റ് ഈസ് ഡെബിറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആയിരിക്കും. അതുപോലെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? മെഷീനറി വിൽക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും കൊടുക്കുന്നത്? യെസ്, മെഷീനറി വിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് മെഷീനറിയാണ്. അപ്പൊ മെഷീനറി കൊടുക്കും, ക്യാഷ് കിട്ടും. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് എന്ന് പറയുന്നത് ക്യാഷും ക്രെഡിറ്റ് എന്ന് പറയുന്നത് മെഷീനറിയും ആയിരിക്കും. ഇനി മുതൽ റിസീവിംഗ് എന്താണ്, ഗിവിംഗ് എന്താണ് എന്ന് പറയില്ല. പകരം ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ് എന്ന് മാത്രമേ പറയൂ. മൂന്നാമത്തത്, പർച്ചേസ്ഡ് എ കമ്പ്യൂട്ടർ ഫ്രം അരുൺ ഓൺ ക്രെഡിറ്റ് ₹30,000. അരുണിന്റെ അടുക്കുന്ന കടമായിട്ട് ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. അപ്പൊ അരുണിന്റെ അടുക്കുന്ന കടമായിട്ട് കമ്പ്യൂട്ടർ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? യെസ്, നമുക്ക് ലഭിക്കുന്നത് കമ്പ്യൂട്ടർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആയിരിക്കും. നമ്മൾ എന്താണ് കൊടുക്കുന്നത്? യെസ്, നമ്മൾ ക്യാഷ് കൊടുക്കുന്നില്ല, കാരണം കടമായിട്ടാണ് വാങ്ങിക്കുന്നത്. പക്ഷെ അരുണിന് പൈസ കൊടുക്കാനുണ്ട്. അരുൺ എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണ്. അപ്പൊ അരുണിന് പൈസ കൊടുക്കാനുണ്ട്. അപ്പൊ ഗിവിംഗ് ആസ്പെക്ട് എന്ന് പറയുന്നത് അരുണാണ്. അരുണിന് പൈസ നമ്മൾ കൊടുത്തേ മതിയാവും. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അരുൺ ആയിരിക്കും. അപ്പൊ ഡെബിറ്റ് നമുക്ക് കിട്ടുന്നത് കമ്പ്യൂട്ടർ, ക്രെഡിറ്റ് അരുണിന് പൈസ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് അരുൺ വരും. നെക്സ്റ്റ്, കമൻസ്ഡ് ബിസിനസ് വിത്ത് ₹10,000. 10,000 റുപ്പീസ് കൊണ്ടുവന്ന് ഒരു ബിസിനസ്മാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസിന് എന്താണ് ലഭിക്കുന്നത്? യെസ്, ബിസിനസ്മാൻ 10,000 റുപ്പീസ് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ബിസിനസിന് 10,000 റുപ്പീസ് ക്യാഷ് കിട്ടും. അതുകൊണ്ട് തന്നെ റിസീവിംഗ് ആസ്പെക്ട് ദാറ്റ് ഈസ് ഡെബിറ്റ് എന്ന് പറയുന്നത് ക്യാഷ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? നമ്മൾ എന്തായിരിക്കും കൊടുക്കുന്നത്? ഇപ്പോഴും നമ്മളൊന്നും കൊടുക്കുന്നില്ല, പക്ഷെ നമ്മളത് കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ബിസിനസ്മാൻ കൊണ്ടുവന്ന പൈസ ബിസിനസ്മാന് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ബിസിനസ്മാന് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് കിട്ടുന്നത് ക്യാഷും തിരിച്ചു കൊടുക്കേണ്ടത് ക്യാപിറ്റലുമാണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് ക്യാപിറ്റൽ. അപ്പൊ കിട്ടുന്നത് അല്ലെ കിട്ടാനുള്ളത് അതിനെ ഡെബിറ്റ് എന്നും, കൊടുക്കുന്നത് അല്ലെ കൊടുക്കാനുള്ളത് അതിനെ നമുക്ക് ക്രെഡിറ്റ് എന്നും പറയാം. നെക്സ്റ്റ്, ഐഡന്റിഫൈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഫ്രം ദി ഫോളോയിങ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹5,000. സാധനങ്ങൾ വാങ്ങിച്ചു. 5,000 രൂപ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ചു.
അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്, നമ്മൾ കൊടുക്കുന്നത് എന്താണ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യം ലഭിക്കുന്നത് എന്താണെന്ന് നോക്കും. നമുക്ക് കിട്ടുന്നത് ഗുഡ്സ് ആണ്, കൊടുക്കുന്നതോ ക്യാഷ് ആണ്. അപ്പൊ കിട്ടുന്നത് ഗുഡ്സ് ആയതുകൊണ്ട് തന്നെ ഡെബിറ്റ് ഗുഡ്സും ക്രെഡിറ്റ് ക്യാഷ് ആയിരിക്കും. കൊടുക്കുന്നത് ക്യാഷ് ആണ്. അപ്പൊ ഡെബിറ്റ് ഗുഡ്സ് ആണ്. ഇപ്പൊ ഗുഡ്സ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഗുഡ്സ് കൊടുക്കുമ്പോഴോ നമ്മൾ ഗുഡ്സ് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ വേറൊരു ടേം നമ്മൾ പ്രത്യേകമായിട്ട് പഠിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ്ങിൽ ഗുഡ്സ് വാങ്ങിക്കുകയാണെങ്കിൽ അതിനുപയോഗിക്കുന്ന ടേം എന്ന് പറയുന്നത് എന്തായിരുന്നു? യെസ്, പർച്ചേസസ് എന്നാണ്. അപ്പൊ ഗുഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗുഡ്സ് എന്ന് എഴുതുന്നതിന് പകരം അവിടെ എഴുതേണ്ടത് പർച്ചേസസ് എന്നാണ്. അതുപോലെ ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് സെയിൽസ് എന്നാണ്. അതുപോലെ വാങ്ങിച്ച സാധനം നമ്മൾ തിരിച്ചയക്കുകയാണെങ്കിൽ ഗുഡ്സ് എന്നതിന് പകരം നമ്മൾ എഴുതേണ്ടത് പർച്ചേസസ് റിട്ടേൺ എന്നാണ്. അതുപോലെ വിറ്റ സാധനം തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഗുഡ്സിന് പകരം എഴുതേണ്ടത് സെയിൽസ് റിട്ടേൺ എന്നാണ്. അതുപോലെ ബാക്കിയുള്ള സാധനം അതിന് നമ്മൾ എഴുതേണ്ടത് സ്റ്റോക്ക് എന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർത്തു വെക്കണം. ഇപ്പൊ ഗുഡ്സ് എന്ന് എഴുതുന്നതിന് പകരം ഒന്നുകിൽ പർച്ചേസസ് എന്ന് എഴുതേണ്ടി വരും, അല്ലെങ്കിൽ സെയിൽസ് എന്നായിരിക്കും എഴുതേണ്ടത്, അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ ആയിരിക്കാം, അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റോക്ക് ആയിരിക്കും. സാധനങ്ങൾ വാങ്ങിക്കുന്നതാണെങ്കിൽ പർച്ചേസ്, സാധനങ്ങൾ വിൽക്കുന്നതാണെങ്കിൽ സെയിൽസ്, വാങ്ങിച്ച സാധനം തിരിച്ചയക്കുന്നതാണെങ്കിൽ പർച്ചേസ് റിട്ടേൺ, വിറ്റ സാധനം തിരിച്ചു വരികയാണെങ്കിൽ സെയിൽസ് റിട്ടേൺ, സ്റ്റോക്ക് ആണെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളാണെങ്കിൽ സ്റ്റോക്ക്. ഇത്രയും കാര്യങ്ങൾ ഗുഡ്സിന്റെ കാര്യത്തിൽ ഓർത്തു വെക്കണം. ഇപ്പൊ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ ഗുഡ്സ് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഗുഡ്സിന് പകരം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് പർച്ചേസസ് എന്നാണ്. ഇപ്പൊ ഡെബിറ്റ് പർച്ചേസസ്, ക്രെഡിറ്റ് ക്യാഷ്, ക്യാഷ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് ഫോർ ₹4,000. സാധനങ്ങൾ വിൽക്കുന്നു. അപ്പൊ സാധനങ്ങൾ വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. അപ്പൊ കിട്ടുന്നത് ക്യാഷ് ആണ്, അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ക്യാഷ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഗുഡ്സ് ആണ്. ഗുഡ്സ് ആണ് വിൽക്കുന്നത്. അപ്പൊ ഗുഡ്സ് നമ്മളെടുക്കുന്ന പോവാണ് ചെയ്യാൻ, അത് ഗിവിംഗ് ആണ്. അപ്പൊ ഗുഡ്സ് നമ്മളെടുക്കുന്ന പോകുന്നു അല്ലെങ്കിൽ ഗിവിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഗുഡ്സിനെ ക്രെഡിറ്റ് ചെയ്യാം. ഇപ്പൊ ഗുഡ്സിനെ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ നേരത്തെ ഒരു ടേം പഠിച്ചു. സാധനങ്ങൾ വിൽപ്പന നടത്തുകയാണെങ്കിൽ നമ്മൾ ഗുഡ്സിന് പകരം എഴുതേണ്ട ടേം സെയിൽസ് എന്നാണ്. ഇപ്പൊ സാധനങ്ങൾ വാങ്ങുക വിൽക്കുകയാണെങ്കിൽ മാത്രമാണ് പർച്ചേസസ് സെയിൽസ് എന്ന് എഴുതേണ്ടത്. ഫർണിച്ചറോ അല്ലെങ്കിൽ മെഷീനറിയോ ബിൽഡിങ്ങുകളോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഫർണിച്ചർ അല്ലെങ്കിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ മെഷീനറി എന്ന് തന്നെയാണ് എഴുതേണ്ടത്. ഗുഡ്സ് ആണെങ്കിൽ മാത്രം പർച്ചേസസ് സെയിൽസ് എന്ന് ഗുഡ്സിന് പകരം എഴുതുക. നെക്സ്റ്റ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മോഹൻ ഓൺ ക്രെഡിറ്റ് ₹7,000. മോഹന്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ കടമായിട്ട് വാങ്ങിച്ചു. അപ്പൊ മോഹന്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ കടമായിട്ട് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? യെസ്, കടമായിട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഗുഡ്സ് തന്നെയായിരിക്കും. അപ്പൊ ഗുഡ്സ് നമുക്ക് ലഭിക്കുന്നു. അപ്പൊ ഗുഡ്സ് ലഭിക്കുമ്പോൾ നമ്മൾ ഗുഡ്സിന് പകരം നമ്മൾ എഴുതേണ്ട ടേം ആണ് പർച്ചേസസ്. ഇപ്പൊ ഡെബിറ്റ് ചെയ്യേണ്ടത് പർച്ചേസസ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോഴും നമ്മളൊന്നും കൊടുക്കുന്നില്ല, കാരണം മോഹൻ എടുക്കുന്ന കടമായിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. പക്ഷെ നമ്മൾ മോഹന് പൈസ കൊടുക്കാനുണ്ട്. മോഹൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോഹന് പൈസ കൊടുക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത് മോഹനാണ്. അപ്പൊ ഡെബിറ്റ് പർച്ചേസസും ക്രെഡിറ്റ് മോഹനുമാണ്. നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് ടു സ്റ്റാർ ട്രേഡേഴ്സ് ഓൺ ക്രെഡിറ്റ്. സാധനങ്ങൾ സ്റ്റാർ ട്രേഡേഴ്സിന് കടമായിട്ട് വിറ്റു. ഇപ്പൊ സ്റ്റാർ ട്രേഡേഴ്സിന് കടമായിട്ട് സാധനങ്ങൾ വിറ്റു എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? നമുക്ക് ഇപ്പോഴൊന്നും ലഭിക്കുന്നില്ല അല്ലെ. പക്ഷെ സ്റ്റാർ ട്രേഡേഴ്സിന് എടുക്കുന്ന പൈസ കിട്ടാനുണ്ട്. കടമായിട്ട് സാധനങ്ങൾ സ്റ്റാർ ട്രേഡേഴ്സിന് വിറ്റ് കഴിഞ്ഞാൽ സ്റ്റാർ ട്രേഡേഴ്സ് നമുക്ക് പൈസ തരണം, അത് തരാനുണ്ട്. അത് റിസീവിങ് ആസ്പെക്ട് ആണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് എന്ന് പറയുന്നത് സ്റ്റാർ ട്രേഡേഴ്സ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് സാധനങ്ങൾ വിറ്റതാണ്, അതുകൊണ്ട് തന്നെ സാധനങ്ങൾ പോവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗുഡ്സ്, ആ ഗുഡ്സ് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എഴുതേണ്ടത് സാധനങ്ങൾ വിൽപ്പന നടത്തിയത് കൊണ്ട് തന്നെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് സെയിൽസ്. ഇപ്പൊ ഡെബിറ്റ് സ്റ്റാർ ട്രേഡേഴ്സും ക്രെഡിറ്റ് സെയിൽസും ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഐഡന്റിഫൈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഫ്രം ദി ഫോളോയിങ്. ഫസ്റ്റ്,
ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ₹2000. നമ്മൾ പൈസ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു 2000 രൂപ. അപ്പൊ 2000 രൂപ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ അകത്ത് റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് റിസീവിങ് ആസ്പെക്ട് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. ബാങ്കിൽ 2000 രൂപ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2000 രൂപ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് പിൻവലിക്കാം, നമുക്ക് കിട്ടാനുണ്ട് എന്ന് പറയാം. അത് നമ്മുടെ ഡെപ്പോസിറ്റ് ആണ്. അപ്പൊ ആ ഡെപ്പോസിറ്റ് ബാങ്കിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ബാങ്കിൽ നിന്ന് നമുക്ക് ആ 2000 രൂപ എപ്പോഴും വേണം നമുക്ക് പിൻവലിക്കാം, നമുക്ക് കിട്ടാനുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ റിസീവിങ് ആസ്പെക്ട് എന്ന് പറയുന്നത് ബാങ്കാണ്. ഗിവിങ് ആസ്പെക്ട് എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ പൈസ കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് ആണ്. ക്യാഷ് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് ആണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആയിരിക്കും. അപ്പൊ ഡെബിറ്റ് ബാങ്കിൽ നിന്ന് പൈസ നമുക്ക് കിട്ടാനും ഡെപ്പോസിറ്റ് ചെയ്തതാണ്. അതുപോലെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, അപ്പൊ ക്യാഷ് നമുക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ക്യാഷ്. ഇനി രണ്ടാമത്തത് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്കിൽ നിന്ന് പൈസ പിൻവലിച്ചു 3500. അപ്പൊ ബാങ്കിൽ നിന്ന് പൈസ പിൻവലിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ബിസിനസിന് ലഭിക്കുന്നത് ക്യാഷ് ആയിരിക്കും. അപ്പൊ ക്യാഷ് ബിസിനസിന് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഡെബിറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആയിരിക്കണം. ക്രെഡിറ്റ് എന്ന് പറയുന്നത് ബാങ്ക് ആയിരിക്കും. നമുക്ക് കിട്ടാനുള്ള പൈസ അത്രയും കുറയാണ് ചെയ്യുക, ബാങ്ക് ബാലൻസ് അത്രയും കുറയും. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ബാങ്ക് ആയിട്ട് കാണിക്കാം. നെക്സ്റ്റ്, പർച്ചേസ്ഡ് ഫർണിച്ചർ ആൻഡ് ഇഷ്യൂഡ് എ ചെക്ക് ഫോർ ₹25,000. ഇപ്പൊ ഫർണിച്ചർ വാങ്ങിച്ചു എന്നിട്ട് ചെക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഫർണിച്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് എന്ന് പറയുന്നത് ഫർണിച്ചർ ആയിരിക്കണം. ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് ചെക്കാണ്. അപ്പൊ ചെക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് വരുന്നത് ചെക്കാണ്. പക്ഷെ ചെക്ക് എന്ന് പറയുന്നത് ബാങ്കിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ചെക്ക് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഇല്ല. അപ്പൊ ചെക്ക് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ബാങ്ക് ആയിരിക്കണം. നെക്സ്റ്റ് വരുന്നത് റിസീവ്ഡ് എ ചെക്ക് ഫ്രം റാണി ആൻഡ് കമ്പനിയിൽ നിന്നും ചെക്ക് ലഭിച്ചു. ഡെബിറ്റ് എന്ന് പറയുന്നത് റിസീവ് ചെയ്യുന്നത് ചെക്കാണ്. അപ്പൊ ചെക്കിന് പകരം നമ്മൾ എഴുതണം എന്ന് പറയുന്നത് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് ചെക്കിന് പകരം ബാങ്ക് എന്ന് എഴുതണം. ക്രെഡിറ്റ് എന്ന് പറയുന്നത് റാണി ആൻഡ് കമ്പനിയിൽ നിന്നാണ് ചെക്ക് കിട്ടിയത്. അപ്പൊ റാണി ആൻഡ് കമ്പനിയിൽ നിന്ന് ലഭിക്കാനുള്ള പൈസ കുറയുന്നു. അത്രയും പൈസ കുറവ് മാത്രമേ റാണി ആൻഡ് കമ്പനിയിൽ നിന്ന് ലഭിക്കൂ. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ആയിട്ട് എഴുതേണ്ടത് റാണി ആൻഡ് കമ്പനി. നെക്സ്റ്റ്, ഐഡന്റിഫൈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഫ്രം ദി ഫോളോയിങ്. സാലറി പെയ്ഡ് ₹9,000. അപ്പൊ സാലറി പെയ്ഡ് 9,000 എന്ന് പറയുമ്പോൾ സാലറി കൊടുത്തു 9,000 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്, നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് നോക്കണം. സാലറി പൈസ കൊടുത്തു, അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത്? എന്ത് കിട്ടുന്നതിന് പകരമായിട്ടാണ് നമ്മൾ സാലറി കൊടുത്തത്, പൈസ കൊടുത്തത്? എംപ്ലോയീസിന്റെ സേവനം കിട്ടുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ക്യാഷ് കൊടുത്തത്. അപ്പൊ സർവീസ് ആണ് നമുക്ക് ലഭിക്കുന്നത്, സേവനമാണ് ലഭിക്കുന്നത്. അപ്പൊ അതിന് പകരമാണ് നമ്മൾ ക്യാഷ് കൊടുത്തത്. അപ്പൊ നമുക്ക് ലഭിക്കുന്നത് സർവീസ് ആണ് അല്ലെങ്കിൽ സേവനാണ്. അപ്പൊ സർവീസ് എന്ന് എഴുതുന്നതിന് പകരം എന്താണ് എന്ന് അവിടെ സ്പെസിഫൈ ചെയ്യും. അപ്പൊ ഇവിടെ ഡെബിറ്റ് ആയിട്ട് എഴുതേണ്ടത് സർവീസ് ആണ് ലഭിക്കുന്നത്. പക്ഷെ സർവീസ് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എഴുതേണ്ടത് സാലറി എന്ന് തന്നെ എഴുതും. കാരണം ഒരുപാട് സർവീസസ് ഉണ്ടാവും. അപ്പം എല്ലാം സർവീസ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സർവീസ് എന്ന് എഴുതുന്നതിന് പകരം സാലറി ഡെബിറ്റ് ചെയ്യാം. ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത്, സാലറി കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് ആയിരിക്കും, പൈസയാണ് എംപ്ലോയീസിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ക്യാഷ്. സിമിലർലി ട്രാവലിംഗ് എക്സ്പെൻസസ് പെയ്ഡ് 4,500. ട്രാവലിംഗ് എക്സ്പെൻസസ് കൊടുത്തു 4,500 രൂപ. ഇപ്പൊ യാത്രാ ചെലവിന് 4,500 രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് സേവനാണ്. നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തോ ഒരു സേവനം കിട്ടി, ടാക്സിയോ കാറോ അല്ലെങ്കിൽ ബസ്സോ ട്രെയിനോ എന്തോ ഒരു സർവീസ് നമുക്ക് ലഭിച്ചു. അതിന് പകരമാണ് നമ്മൾ പൈസ കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെബിറ്റ് നമുക്ക് ലഭിക്കുന്നത് സർവീസ് ആണ്. അപ്പൊ ആ സർവീസിന്റെ പേര് അവിടെ എഴുതുക, ട്രാവലിംഗ് എക്സ്പെൻസസ് ഡെബിറ്റ്. ക്രെഡിറ്റ് ആയിട്ട് വേണ്ടത് നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യാം. പെയ്ഡ്
ടെലിഫോൺ ചാർജസ് 25,000. ടെലിഫോൺ ചാർജസ് കൊടുത്തു. അപ്പൊ ടെലിഫോൺ ചാർജസ് കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെയും നമുക്ക് ലഭിക്കുന്നത് സേവനാണ്. നമുക്ക് സർവീസ്, ടെലിഫോൺ സർവീസ് ലഭിക്കുന്നതിന് പകരമായിട്ടാണ് നമ്മൾ പൈസ കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നത് സർവീസ് ആണ്. അപ്പൊ അതിന്റെ പേര് അവിടെ എഴുതുക, ടെലിഫോൺ ചാർജസ് ഡെബിറ്റ്. ക്രെഡിറ്റ് ആയിട്ട് വരുന്നത് ക്യാഷ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സിമിലർലി പെയ്ഡ് റെന്റ് ബൈ ചെക്ക് 1,000. റെന്റ് കൊടുത്തു, ചെക്കാണ് കൊടുത്തത്, ക്യാഷ് അല്ല. ഇപ്പൊ വാടക കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോന്ന് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് അതിന്റെ സേവനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ സേവനമാണ് നമുക്ക് ലഭിച്ചത്, അതിന് പകരമാണ് നമ്മൾ വാടക കൊടുത്തത്. ഒരു ബിൽഡിംഗ് ഉപയോഗിക്കാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടി, അത് നമ്മൾ ഉപയോഗിച്ചു, അതിന്റെ സേവനം നമ്മൾ ഉപയോഗിച്ചു. അപ്പൊ അതിന് പകരമായിട്ടാണ് നമ്മൾ വാടക കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത് സർവീസിന് പകരം നമ്മൾ ചെയ്യുക റെന്റ് ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ആയിട്ട് എഴുതേണ്ടത് കൊടുക്കുന്നത് ചെക്കാണ്. അതുകൊണ്ട് തന്നെ ചെക്കിന് പകരം നമ്മൾ ഇവിടെ എഴുതേണ്ടത് നേരത്തെ പറഞ്ഞു എന്തായിരുന്നു? ബാങ്ക്. ഇപ്പൊ ഡെബിറ്റ് ആയിട്ട് വരുന്നത് റെന്റും ക്രെഡിറ്റ് ആയിട്ട് വരുന്നത് ബാങ്കും ആയിരിക്കും. നെക്സ്റ്റ്, ഐഡന്റിഫൈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഫ്രം ദി ഫോളോയിങ്. ഫസ്റ്റ്, കമ്മീഷൻ റിസീവ്ഡ് ₹12,000. കമ്മീഷൻ കിട്ടി 12,000 രൂപ. അപ്പൊ കമ്മീഷൻ കിട്ടി എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്നത് ക്യാഷ് ആണ്. കമ്മീഷൻ കിട്ടി എന്ന് പറയുമ്പോൾ ക്യാഷ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ആയിട്ട് എഴുതേണ്ടത് ക്യാഷ് ആണ്. ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? നമ്മൾ എന്തോ ഒരു സേവനം പ്രൊവൈഡ് ചെയ്തു, എന്തോ ഒരു സേവനം കൊടുത്തതിന് പകരമായിട്ടാണ് നമുക്ക് പൈസ കിട്ടിയത്. അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷും ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്താണോ സർവീസ് കൊടുത്തത് അതിന്റെ പേരാണ് എഴുതേണ്ടത്. ദാറ്റ് ഈസ് കമ്മീഷൻ റിസീവ്ഡ്. അപ്പോൾ ഡെബിറ്റ് ക്യാഷും ക്രെഡിറ്റ് കമ്മീഷൻ റിസീവ്ഡ്. നെക്സ്റ്റ്, റെന്റ് റിസീവ്ഡ് ₹4,500. അപ്പോൾ വാടക കിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ക്യാഷ് ആണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ക്യാഷ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തോ ഒരു സർവീസ് കൊടുത്തു, നമ്മൾ നമ്മുടെ ബിൽഡിംഗ് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പൊ അതാണ് നമ്മൾ കൊടുത്ത സേവനം. അപ്പൊ സേവനം കൊടുത്തതിന് പകരമായിട്ടാണ് നമുക്ക് ക്യാഷ് കിട്ടിയത്. അപ്പൊ കിട്ടിയത് ക്യാഷ് ആയതുകൊണ്ട് ഡെബിറ്റ് ക്യാഷ്. ക്രെഡിറ്റ് വരുന്നത് റെന്റ് റിസീവ്ഡ് എന്ന് എഴുതും. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെയും പൈസയാണ് നമുക്ക് കിട്ടുന്നത്, ഇപ്പൊ ക്യാഷ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ആയിട്ട് കാണിക്കേണ്ടത് ക്യാഷ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയോ എന്തൊരു സർവീസ് കൊടുത്തിട്ടുണ്ട്, എവിടെയോ പൈസ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിനാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. നെക്സ്റ്റ്, റെന്റ് റിസീവ്ഡ് ബൈ ചെക്ക് ₹7,000. ചെക്കായിട്ട് വാടക കിട്ടി. ഇപ്പൊ വാടക ചെക്കായിട്ട് കിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചെക്കാണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ആയിട്ട് കാണിക്കേണ്ടത് ചെക്കിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞു ബാങ്ക് ആണ് കാണിക്കേണ്ടത്. ക്രെഡിറ്റ് ആയിട്ട് കാണിക്കേണ്ടത് റെന്റ് റിസീവ്ഡ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എക്സ്പെൻസസ് ആണെങ്കിൽ ആ എക്സ്പെൻസസിന് എപ്പോഴും ഡെബിറ്റ് ചെയ്യാം. സാലറി പെയ്ഡ് എന്ന് പറയുമ്പോൾ സാലറിയെ ഡെബിറ്റ് ചെയ്യാം. റെന്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ റെന്റിനെ ഡെബിറ്റ് ചെയ്യാം. സ്റ്റേഷനറി ഐറ്റംസ് പർച്ചേസ്ഡ് എന്ന് പറയുമ്പോൾ സ്റ്റേഷനറിയെ ഡെബിറ്റ് ചെയ്യാം. പോസ്റ്റേജ് ചാർജസ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ പോസ്റ്റേജിനെ ഡെബിറ്റ് ചെയ്യാം. ടെലിഫോൺ ചാർജസ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ടെലിഫോൺ ചാർജസിനെ ഡെബിറ്റ് ചെയ്യാം. അപ്പൊ എക്സ്പെൻസസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ എക്സ്പെൻസസും ഡെബിറ്റ് ചെയ്യും. അതുപോലെ ഇൻകം ആണെങ്കിൽ നമുക്ക് കിട്ടിയതാണെങ്കിൽ ആ കിട്ടിയതിനെ എപ്പോഴും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. റെന്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ റെന്റ് റിസീവ്ഡ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുമ്പോൾ കമ്മീഷൻ റിസീവ്ഡിന് എപ്പോഴും ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടത്. ഇൻട്രസ്റ്റ് റിസീവ്ഡിന് എപ്പോഴും ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. ഡിവിഡൻഡ് റിസീവ്ഡിന് എപ്പോഴും ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഓൾ എക്സ്പെൻസസ് മസ്റ്റ് ബി ഡെബിറ്റഡ് ആൻഡ് ഓൾ ഇൻകംസ് മസ്റ്റ് ബി ക്രെഡിറ്റഡ്. അതൊന്ന് എക്സ്ട്രാ ഒന്ന് ഓർത്ത് വെക്കും. അടുത്തത്, ഐഡന്റിഫൈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഫ്രം ദി ഫോളോയിങ്. പർച്ചേസ്ഡ് ഗുഡ്സ് ₹10,000. 10,000 റുപ്പീസിന് സാധനങ്ങൾ വാങ്ങിച്ചു. ഇപ്പൊ സാധനങ്ങൾ 10,000 റുപ്പീസ് കൊടുത്ത് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെബിറ്റും ക്രെഡിറ്റും ഏതൊക്കെയാണെന്ന് പറഞ്ഞ്. യെസ്, ഡെബിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഗുഡ്സ് ആണ്. അപ്പൊ ഗുഡ്സിന് പകരം നമ്മൾ നേരത്തെ ഒരു ടേം പറഞ്ഞു, സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പർച്ചേസസ്. ഇപ്പൊ ഡെബിറ്റ് പർച്ചേസസും ക്രെഡിറ്റ് ക്യാഷ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ്, ബോട്ട് ഗുഡ്സ് ₹8,500 ആൻഡ് ഇഷ്യൂഡ് ചെക്ക്. സാധനങ്ങൾ 8,500 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു,
എന്നിട്ട് കൊടുത്തത് എന്താണ്? ചെക്കാണ് കൊടുത്തത്. ഇപ്പൊ ഡെബിറ്റും ക്രെഡിറ്റും ഏതൊക്കെയായിരിക്കാം? ഡെബിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഗുഡ്സ് ആണ്. ഇപ്പൊ ഗുഡ്സിന് പകരം നമ്മൾ എഴുതേണ്ടത് പർച്ചേസസ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് ചെക്കാണ് കൊടുക്കുന്നത്. ഇപ്പൊ ചെക്കിന് പകരം നമ്മൾ എഴുതേണ്ടത് ബാങ്ക് എന്നാണ്. നെക്സ്റ്റ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കബീർ ₹7,500. ഗുഡ്സ് കബീറിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു 7,500 രൂപ. അപ്പൊ കബീറിന്റെ അടുത്ത് നിന്ന് 7,500 രൂപക്ക് സാധനങ്ങൾ വാങ്ങിച്ചു. അത് ക്യാഷ് കൊടുത്തിട്ടാണോ കടമായിട്ടാണോ എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പം ആളുടെ പേര് തന്നിട്ടുണ്ട്, കബീറിന്റെ അടുത്ത് നിന്നാണ് വാങ്ങിച്ചത്. അത് ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നില്ല. അങ്ങനെ പേര് തന്നിട്ടുണ്ടെങ്കിൽ ക്യാഷ് ആണെന്ന് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എങ്കിൽ അത് കടമായിട്ട് വാങ്ങിച്ചതായിട്ട് കണക്കാക്കണം. ഇപ്പൊ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കബീർ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ കബീറിന്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ കടമായിട്ട് വാങ്ങിച്ചു എന്നർത്ഥം. കാരണം പാർട്ടിയുടെ പേര് നമുക്ക് തന്നിട്ടുണ്ട്, അത് ക്യാഷ് ആണെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല എങ്കിൽ അത് കടമായിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കബീർ 7,500 എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഗുഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ പർച്ചേസസിനെ ഡെബിറ്റ് ചെയ്യാം. ക്രെഡിറ്റ് എന്ന് പറയുന്നത് കബീറിന് ഇനി പൈസ നമ്മൾ കൊടുക്കണം. കബീറിന് എടുക്കുന്ന കടമായിട്ടാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ കബീറിന് പൈസ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് കബീറിനെയാണ്. നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് ടു ജോൺസൺ. ജോൺസന് സാധനങ്ങൾ വിറ്റു. ഇപ്പൊ ജോൺസന് സാധനങ്ങൾ വിറ്റു എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോൺസന് സാധനങ്ങൾ വിറ്റു. അത് ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് പറയുന്നില്ല. പൈസക്കാണോ അല്ലെ കടമായിട്ടാണോ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. ഇപ്പൊ പാർട്ടിയുടെ പേര് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെ പാർട്ടിയുടെ പേര് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് ക്യാഷ് ആണെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല എങ്കിൽ അത് കടമായിട്ട് വിറ്റതായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇപ്പൊ സോൾഡ് ഗുഡ്സ് ടു ജോൺസൺ എന്ന് പറയുന്നത് ജോൺസണ് സാധനങ്ങൾ കടമായിട്ട് വിറ്റു എന്ന് വേണം കണക്കാക്കാൻ. ഇപ്പൊ ജോൺസന് സാധനങ്ങൾ കടമായിട്ട് വിറ്റു എന്ന് പറയുമ്പോൾ ജോൺസൺ എടുക്കുന്ന പൈസ നമുക്ക് കിട്ടാനുണ്ട്. ഇപ്പൊ പൈസ കിട്ടാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഡെബിറ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് ജോൺസൺ ആണ്. ക്രെഡിറ്റ് ആയിട്ട് എഴുതേണ്ടത് ഗുഡ്സ് ആണ് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുഡ്സിന് പകരം നമ്മൾ ഇവിടെ എഴുതേണ്ടത് സെയിൽസ് എന്നാണ്. നെക്സ്റ്റ് ഒരു അസൈൻമെന്റ് ആണ്. ഐഡന്റിഫൈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഫ്രം ദി ഫോളോയിങ്. പർച്ചേസ്ഡ് ലാൻഡ് ഫോർ ₹1 lakh. ലാൻഡ് വാങ്ങിച്ചു, ഭൂമി വാങ്ങിച്ചു. ബോട്ട് ഗുഡ്സ് ₹8,500. സാധനങ്ങൾ വാങ്ങിച്ചു 8,500 രൂപ. ക്യാഷ് സെയിൽസ് 7,500. ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണ് അർത്ഥം. സാധനങ്ങൾ വിറ്റു, ക്യാഷ് അപ്പോൾ തന്നെ കിട്ടി. സാലറി പെയ്ഡ് ടു രാജൻ ക്ലർക്ക് 4,600. രാജൻ എന്ന് പറയുന്ന ക്ലർക്കിന് സാലറി പേ ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രാജനല്ല പൈസ കൊടുത്തത്, സാലറി കൊടുത്തതായിട്ടാണ് കണക്കാക്കേണ്ടത്. അത് ആർക്ക് കൊടുത്തു എന്നുള്ളത് നമ്മൾ കണക്കാക്കേണ്ട. സാലറി കൊടുത്തു എന്ന് മാത്രമേ കണക്കാക്കേണ്ടതുള്ളൂ. രാജൻ ക്ലർക്കിന് കൊടുത്തു എന്ന് പറയുന്നത് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി തരുന്നതാണ്. അതുകൊണ്ട് തന്നെ രാജൻ ക്ലർക്ക് എന്ന് പറയുന്നത് നമുക്ക് എവിടെയും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട. അത് ക്ലർക്കിന് കൊടുത്താലും അക്കൗണ്ടന്റിന് കൊടുത്തു കഴിഞ്ഞാലും കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കൊടുത്താലും മാനേജർക്ക് കൊടുത്താലും എല്ലാം സാലറി തന്നെയാണ്. അപ്പൊ സാലറി പെയ്ഡ് ₹4,600 എന്ന് മാത്രമേ നമ്മൾ എൻട്രി എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിക്കേണ്ടതുള്ളൂ. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. നമ്മുടെ ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 2,500 രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചു. റെന്റ് റിസീവ്ഡ് ബൈ ചെക്ക്. വാടക കിട്ടിയ ചെക്കായിട്ട്. സ്റ്റേഷനറി ഐറ്റംസ് പർച്ചേസ്ഡ്. പെന്ന് പെൻസിൽ പോലുള്ള സ്റ്റേഷനറി ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചു, 5,500 രൂപ കൊടുത്തു. ക്യാഷ് റിസീവ്ഡ് ഫ്രം നസീമ. നസീമയിൽ എടുക്കുന്ന ക്യാഷ് കിട്ടി. ഈ അസൈൻമെന്റുകൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഡെബിറ്റും ക്രെഡിറ്റും ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ആൻസർ ഉണ്ടായിരിക്കും. അതുമായിട്ട് കമ്പയർ ചെയ്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തിരുത്തുക. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ജേർണൽ എൻട്രി, ജേർണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ഇതിന്റെ ബേസിലാണ്. ഈ ഒരു ഡെബിറ്റും ക്രെഡിറ്റും ഐഡന്റിഫൈയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വീഡിയോ കാണുക. എങ്കിൽ മാത്രമേ അടുത്ത ക്ലാസ് എങ്ങനെയാണ് ജേർണലിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.